ബസൂക്ക ഇപ്പം കണ്ടിറങ്ങി. സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ലാഗ് അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ അത് തുറന്നു പറയുക തന്നെ വേണം. കാരണം ഇങ്ങനെ നമുക്ക് ഒരു പ്രേക്ഷകരെന്ന രീതിയിൽ ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെ രീതിയിലാണ് അതിൻ്റെ സിനിമയുടെ കഥ പോകുന്നത്. അതിൻ്റെ സിനിമയുടെ കഥ മെയിൻ പ്ലോട്ടിലേക്ക് എത്താൻ തന്നെ കുറേ സമയം എടുക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ വലിച്ചു നീട്ടി നല്ലൊരു എഴച്ചിൽ ഫീൽ ആവുന്നുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും പിന്നെ വീണ്ടും ആ ഒരു സെയിം പ്ലോട്ടിൽ തന്നെ പോവുകയാണെങ്കിലും അവസാനം പിന്നീട് അങ്ങോട്ട് സിനിമയുടെ ഗ്രാഫ് അങ്ങ് കയറുകയാണ്. പിന്നീട് നമ്മൾ വിചാരിക്കുന്ന പോലെ ചേട്ടാ ഇത് അങ്ങനെയല്ലല്ലോ, ഇതിങ്ങനെയാണല്ലോ എന്നുള്ളൊരു റിയലൈസേഷൻ. സിനിമ ഒരു വ്യത്യസ്ത രീതിയിലുള്ളൊരു പ്രമേയത്തിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. ഒരുപക്ഷെ ഇൻ്റർനാഷണൽ മൂവീസെല്ലാം കാണുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കണമെന്ന് ഒന്നൊന്നുമില്ല. പക്ഷേ നമ്മളെ മലയാള സിനിമകളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പ്രമേയങ്ങളും വരണം, വ്യത്യസ്തമായിട്ടുള്ള പ്രമേയങ്ങളും വരണം. ഇതൊരു ഗെയിമറുടെ പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു സിനിമയുടെ കഥ പോകുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറ്റകൃത്യങ്ങൾ ഒരു നഗരത്തിൽ നടക്കുന്നു. അതും പറഞ്ഞറിയിച്ചുകൊണ്ട് തന്നെ നടക്കുന്നു. ഓരോരോ ഹിൻ്റ് കൊടുത്തുകൊണ്ട് തന്നെ നടക്കുന്നു. അതെങ്ങനെ അവർ റിസോൾവ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. ഇനി സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സിനിമയുടെ ക്ലൈമാക്സ് പോർഷനാണ്. ക്ലൈമാക്സ് പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ടിസ്റ്റോ 2 ടിസ്റ്റോ അങ്ങനെയല്ല. കുറച്ച് നേരത്തേക്ക് ഒരു 15-20 മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ ആ ഒരു സിനിമയുടെ തന്നെ ഗ്രാഫ് അതുവരെ കൊണ്ടുവരുന്ന ഗ്രാഫിനെ ഇടിച്ച് കുത്തി കയറ്റി മേലെ ആക്കുന്ന രീതിയിലാണ് സിനിമയുടെ പിന്നെ ഗ്രാഫ് പോകുന്നത്. മമ്മൂട്ടി എന്ന നടന് ഇത് ഒരിക്കലും ഒരു ചലഞ്ചിങ് ആയിട്ട് റോളല്ല. പുള്ളിക്ക് ഇതൊരു കേക്ക് വാക്ക് പോലത്തെ ഒരു റോളായിരുന്നു. അപ്പോൾ പുള്ളി അത് മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് നമ്മൾ സിനിമ തുടക്കത്തിൽ കുറച്ച് മുഴിപ്പിച്ചെങ്കിലും സിനിമയുടെ അവസാനം എത്തി ക്ലൈമാക്സ് പഞ്ചും അതും കണ്ടു കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും എനിക്ക് സിനിമ തീർച്ചയായിട്ടും ഒരു ഓൺ ടൈം വാച്ചബിൾ എന്നുള്ളൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് പരീക്ഷിക്കുന്നത്. അതുപോലെ ഈ പറഞ്ഞതുപോലെ മമ്മൂട്ടി എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു പുതുമുഖ സംവിധായകൻ്റെ കയ്യിൽ എപ്പോഴും പുതുമയുള്ള എന്തെങ്കിലും വിഷയമുണ്ടാവും എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പുതുമയുള്ള വിഷയം തന്നെയാണ്. പക്ഷേ ആ പുതുമയുള്ള വിഷയം അത്ര ഏശിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് 20 മിനിറ്റ്സ് ഇറ്റ്സ് ഓക്കെ, സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഓക്കെയാണ്. പക്ഷേ ഒരു ഫ്ലാറ്റ് സ്ക്രിപ്റ്റാണ് എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. മമ്മൂട്ടിയുടെ ആ ഒരു സ്റ്റൈൽ ആൻഡ് സ്വാഗ് അതൊരു ക്ലീഷേ വർത്തമാനമാണ്. ഈ ഏജിലും ആ ഒരു സ്റ്റൈൽ ആൻഡ് സ്വാഗ് എന്ന് പറയുന്നത് അത് വളരെ നന്നായിട്ടുണ്ട്. മേക്കിംഗ് സ്റ്റൈലും നന്നായിട്ടുണ്ട്. പക്ഷേ അതുമാത്രം പോരല്ലോ, സിനിമയുടെ സ്ക്രിപ്റ്റ് വളരെ വീക്കാണ്. ഫസ്റ്റ് ഹാഫ് വളരെ ഫ്ലാറ്റാണ്. അതിനെ പലപ്പോഴും എലിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് BGM ആണ്. ആ BGM വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൂവിയാണ്. നല്ലൊരു എൻ്റർടൈനിങ് തന്നെയാണ്. കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. മമ്മൂട്ടിയുടെ ഒരു കംബാക്കാണ്. സോ ലൈക്ക് എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ഫീൽ ചെയ്യണം. എന്നാലേ നമുക്ക് ആ ഒരു വാവ് മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. അതൊന്ന് കാണണം. നല്ല മൂവിയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയതിൽ വെച്ചിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ഐ വുഡ് സേ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഐ ഗസ് എന്ന് വെച്ചാൽ ഇതിൽ കുറേ സ്ഥലങ്ങളിലുണ്ടല്ലോ ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നുണ്ടായിരുന്നു. അത്രയും നമുക്കൊരു ഹീറോയ്ക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ അതേപോലെ വില്ലനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ലാസ്റ്റ് മിനിറ്റ് വരെ ആ ഒരു സസ്പെൻസ് വെച്ചിട്ട് നല്ല സിനിമ കേട്ടോ. ഈ ഇടയ്ക്ക് ഇറങ്ങിയതിൽ വെച്ചിട്ടുള്ള കിടിലം പടം. ഹാവ് ടു സേ ബിക്കോസ് അത് ഞാൻ പറഞ്ഞു, അത് സ്പോയിലറായി പോവും. ഭയങ്കര സൂപ്പറായിട്ട്. ബിക്കോസ് ആൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഏജിലും ഇത്ര കിടിലനായിട്ട് ഈ ലുക്ക് വൈസ് ആയിരുന്നാലും കിടിലനായിട്ട് ആൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. മസ്റ്റ് വാച്ച് മൂവിയാണ്. അസുഖം മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടോ എന്ന് തന്നെ വേണം പറയാൻ. കാരണം വേറെ ലെവൽ. സെക്കൻഡ് ഹാഫൊക്കെ ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് എന്തോന്ന് പറയാന്ന് പറഞ്ഞൂടാ. മമ്മൂക്ക പിടിക്കണില്ല, വേറെ വെറൈറ്റി ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മസ്റ്റ് വാച്ച് പടം തന്നെ പറയാം, വേറെ ഒന്നും പറയാനില്ല. പക്ക മേക്കിംഗ്, അത് ഞാൻ എടുത്ത് പറയാനുള്ളത്. പിന്നെ മമ്മൂക്കയുടെ ആ ഒരു ഇതും ഒന്നും പറയാനില്ല, വേറെ ലെവലാണ്. 1/2 മണിക്കൂർ അങ്ങനെ പറയാനുള്ളതെന്ന് അറിയത്തില്ല. അങ്ങനെ തമ്പുരാനെ 1/2 മണിക്കൂർ തിയേറ്ററിനെ ഇളക്കി മറിക്കുകയാണ്. അതല്ലേ പറഞ്ഞാൽ 1/2 മണിക്കൂർ തിയേറ്റർ എന്ന് പറഞ്ഞാൽ തിയേറ്ററിന് ഇങ്ങനെ ലോകം അതിനൊരു അഭിപ്രായം പറയാനില്ല. ഓരോ രക്ഷയില്ല. കിട്ടില്ല, സൂപ്പർ പടം. നല്ല മമ്മൂട്ടിയുടെ നല്ലൊരു തിരിച്ചുവരവ് പോലെ ഉണ്ടായിരുന്നു. അടിപൊളി പടം. മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. മമ്മൂട്ടിയുടെ പറയാണ്ടിരിക്കാനായിട്ടൊന്നുമില്ല, നല്ല സൂപ്പറായിരുന്നു. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. നല്ല രീതിയിൽ പുള്ളി പടം അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. മമ്മൂട്ടി അടിപൊളിയായിരുന്നു. നല്ല ഭയങ്കര ട്വിസ്റ്റൊക്കെ ആയിരുന്നു. പ്ലോട്ട് ട്വിസ്റ്റ് എല്ലാം പൊളിയായിരുന്നു.